സ്വിറ്റ്സർലാൻഡിലെ ദാവോസിൽ നടക്കുന്ന ലോക സാമ്പത്തിക ഫോറം അത്യന്തം നാടകീയമായ സംഭവ വികാസങ്ങൾക്കും ആഗോള രാഷ്ട്രീയത്തിലെ പുതിയ ചേരിതിരിവുകൾക്കും വേദിയായിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച ട്രംപ് ബോർഡ് ഓഫ് പീസ് എന്ന പുതിയ അന്താരാഷ്ട്ര സംഘടനയെ ചൊല്ലിയുള്ള തർക്കങ്ങളും ഇതിനിടയിൽ ശതകോടീശ്വരൻ ഇലോൺ മസ്ക് നടത്തിയ പരിഹാസമാണ് ഇപ്പോൾ ആഗോള മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത്. ഐക്യരാഷ്ട്രസഭയ്ക്ക് ബദലായി ഒരു ആഗോള സമിതി രൂപീകരിക്കാനുള്ള ട്രംപിന്റെ നീക്കം ലോകരാജ്യങ്ങൾക്കിടയിൽ വലിയ ആശങ്കകൾക്കും ഭിന്നതകൾക്കും കാരണമായിട്ടുണ്ട്. ഈ പുതിയ സംഘടനയുടെ ചാർട്ടർ ദാവോസിൽ അവതരിപ്പിച്ച ട്രംപ് സമാധാനത്തിന് പുതിയ നിർവചനം നൽകാനാണ് ശ്രമിക്കുന്നതെന്ന് അവകാശപ്പെടുമ്പോഴും ഇതിന് പിന്നിലെ സാമ്പത്തികവും രാഷ്ട്രീയമായ താല്പര്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടുകയാണ്. ദാവോസിലെ സദസ്സിനെ ചിരിപ്പിക്കുകയും അതേസമയം ചിന്തിപ്പിക്കുകയും ചെയ്തത് ഇലോൺ മസ്കിന്റെ വാക്കുകളായിരുന്നു. ട്രംപിന്റെ ബോർഡ് ഓഫ് പീസ് എന്ന ആശയത്തെ വാക്കുകൾ കൊണ്ട് കുത്തിനോവിച്ച മസ്ക് ഇത് സമാധാനത്തിന് വേണ്ടിയുള്ള സംഘടനയല്ലെന്ന് പരിഹസിച്ചു. സമാധാനം എന്നർത്ഥം വരുന്ന പീസ് എന്ന വാക്കിന് കഷ്ണം എന്നർത്ഥം വരുന്ന പീസ് എന്ന വാക്കാണ് സംഘടനയ്ക്ക് കൂടുതൽ അനുയോജ്യമെന്ന് മസ്ക് പറയുകയും ചെയ്തു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളെ കഷ്ണങ്ങളാക്കി സ്വന്തമാക്കാനുള്ള ട്രംപിന്റെ താല്പര്യത്തെയാണ് മസ്ക് ഇതിലൂടെ ലക്ഷ്യം വെച്ചത്. ഗ്രീൻലാൻഡിന്റെ ഒരു കഷ്ണം, വെനസ്വേലയുടെ ഒരു കഷ്ണം എന്നിങ്ങനെ എല്ലാ രാജ്യങ്ങളുടെയും ഓരോ കഷ്ണങ്ങൾ തനിക്ക് കിട്ടണമെന്ന നിലപാടാണ് ട്രംപിന്റേതെന്ന് മസ്ക് പരിഹസിച്ചപ്പോൾ സദസ്സിൽ കൂട്ടച്ചിരി ഉയർന്നു. അമേരിക്കൻ പ്രസിഡന്റിന്റെ വിദേശ നയങ്ങളെയും വിഭവങ്ങൾ പിടിച്ചെടുക്കാനുള്ള താല്പര്യത്തെയും ഇത്രമേൽ രൂക്ഷമായി പരിഹസിക്കുന്ന മറ്റൊരു പ്രസ്താവന അടുത്ത കാലത്ത് ഉണ്ടായിട്ടില്ല. മസ്കിന്റെ പരിഹാസം ഒരു വശത്ത് നടക്കുമ്പോൾ മറുവശത്ത് ഈ സംഘടനയെ ഒരു ഔദ്യോഗിക അന്താരാഷ്ട്ര രൂപമാക്കി മാറ്റാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഡൊണാൾഡ് ട്രംപ്. ദാവോസിൽ വെച്ച് സംഘടനയുടെ ചാർട്ടർ ഔദ്യോഗികമായി അദ്ദേഹം പുറത്തിറക്കി. ലോകത്തെ സമാധാനത്തിലേക്ക് നയിക്കാനാണ് ഈ പദ്ധതി എന്ന് അദ്ദേഹം അവകാശപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇതിലെ സാമ്പത്തിക നിബന്ധനകൾ പല രാജ്യങ്ങളെയും അമ്പരപ്പിച്ചിരിക്കുകയാണ്. സമിതിയിൽ സ്ഥിരം അംഗത്വമെടുക്കുന്ന രാജ്യങ്ങൾ $1 ബില്യൺ ധനസഹായമായി നൽകണമെന്ന ഉപാധിയാണ് ട്രംപ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. നിലവിൽ 20-ലധികം രാജ്യങ്ങൾ ഈ സമിതിയിൽ ചേരാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നത് ശ്രദ്ധേയമാണ്. പാകിസ്ഥാൻ, അസർബൈജാൻ, UAE, ഹംഗറി, ഇസ്രായേൽ തുടങ്ങിയ രാജ്യങ്ങളാണ് ട്രംപിന്റെ പുതിയ സഖ്യത്തിൽ ആദ്യഘട്ടത്തിൽ കണ്ണികളായത്. ഐക്യരാഷ്ട്രസഭയുടെ പ്രസക്തി കുറഞ്ഞു വരികയാണെന്നും തന്റെ നേതൃത്വത്തിലുള്ള ഈ പുതിയ സമിതിക്ക് മാത്രമേ ലോകത്തെ യുദ്ധങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ കഴിയൂ എന്നുമാണ് ട്രംപിന്റെ വാദം. എന്നാൽ ഈ നീക്കത്തോടെ ലോകത്തെ പ്രമുഖ ശക്തികൾ സമ്മിശ്രമായാണ് പ്രതികരിക്കുന്നത്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ നേതാക്കൾ ട്രംപിന്റെ ഈ നീക്കത്തിൽ നിന്ന് വിട്ടുനിന്നു. അമേരിക്കൻ പ്രസിഡന്റിന്റെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകുന്ന ഒരു സംഘടനയായി ഇത് മാറുമെന്ന് അവർ ഭയപ്പെടുന്നു. നിലവിലെ സമിതിയിൽ അംഗമല്ലെന്ന് ബ്രിട്ടൻ വ്യക്തമാക്കി കഴിഞ്ഞു. ലോകത്തെ മറ്റൊരു വൻ ശക്തിയായ ചൈന ഇതുവരെ ഈ വിഷയത്തിൽ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. സംഘടനയുടെ പ്രഖ്യാപന വേളയിൽ ഗാസയിലെ വെടിനിർത്തലും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും പുനർനിർമ്മാണവും ലക്ഷ്യമിടുമെന്ന് ട്രംപ് അറിയിച്ചിരുന്നുവെങ്കിലും പുറത്തിറക്കിയ ചാർട്ടിൽ ഒരിടത്തും ഗാസയെക്കുറിച്ച് പരാമർശിച്ചില്ല എന്നത് വലിയ പ്രതിഷേധങ്ങൾക്കും കാരണമായിട്ടുണ്ട്. പലസ്തീൻ ജനതയെ സഹായിക്കുന്നതിനായി $1 ബില്യൺ നൽകാൻ തയ്യാറാണെന്ന് റഷ്യ അറിയിച്ചിട്ടുണ്ടെങ്കിലും ട്രംപിന്റെ സമിതിയുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളെ അവരും സംശയത്തോടെയാണ് കാണുന്നത്. ഇന്ത്യയെയും ഈ സമിതിയിലേക്ക് ട്രംപ് ക്ഷണിച്ചിട്ടുണ്ട് എന്നത് നയതന്ത്ര മേഖലയിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു. എന്നാൽ ഇന്ത്യ ഇതുവരെ തന്റെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. പരമ്പരാഗതമായ ചേരിചേരാ നയവും ഐക്യരാഷ്ട്രസഭയിലുള്ള വിശ്വാസവും കാത്തുസൂക്ഷിക്കുന്ന ഇന്ത്യ ട്രംപിന്റെ ഇത്തരം നീക്കങ്ങളിൽ പെട്ടെന്ന് പങ്കുചേരാൻ സാധ്യതയില്ലെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതേസമയം ആണവ രാഷ്ട്രങ്ങളായ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധ സാഹചര്യം ഒഴിവാക്കാൻ തനിക്ക് കഴിഞ്ഞുവെന്ന ട്രംപിന്റെ സ്ഥിരം അവകാശവാദം ട്രംപ് ദാവോസിലും ആവർത്തിച്ചു. സമാധാനത്തിന്റെ വക്താവായി സ്വയം അവരോധിക്കുമ്പോഴും ആഗോള സമ്പദ് വ്യവസ്ഥയും രാഷ്ട്രീയത്തെയും തന്റെ നിയന്ത്രണത്തിലാക്കാനുള്ള ട്രംപിന്റെ തന്ത്രമാണ് ഈ ബോർഡ് ഓഫ് പീസ് വിലയിരുത്തുന്നത്. ഐക്യരാഷ്ട്രസഭയെ നോക്കുകുത്തിയായി സമാന്തരമായ ഒരു ലോകക്രമം സൃഷ്ടിക്കാനുള്ള ഈ നീക്കം ആഗോള സുരക്ഷയെ എങ്ങനെ ബാധിക്കുമെന്ന ആശങ്കയിലാണ് ഭൗമരാഷ്ട്രീയ നിരീക്ഷകർ. മസ്കിന്റെ വാക്കുകൾ പോലെ ഇത് ലോകത്തെ സമാധാനത്തിലാക്കാനാണോ അതോ രാജ്യത്തെ കഷ്ണങ്ങളാക്കി വിഭജിപ്പിക്കാനാണോ കൊണ്ടുപോകുന്നത് എന്നത് കാലം തെളിയിക്കേണ്ടതാണ്.